ഹായ് മക്കളെ, HSA കെമിസ്ട്രിയിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന രണ്ട് ടോപ്പിക്കുകളാണ്. ഒന്ന് ക്വാണ്ടം മെക്കാനിക്സ്, രണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂക്ലിയർ കെമിസ്ട്രി ആൻഡ് റേഡിയോ ആക്ടിവിറ്റി. ക്വാണ്ടം മെക്കാനിക്സുമായി റിലേറ്റഡ് ആയിട്ട് 35ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സെഷൻ ചെയ്യുന്നത് ന്യൂക്ലിയർ കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ട് ഒരു 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. കംപ്ലീറ്റ് നിങ്ങളുടെ HSA സിലബസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ സെഷൻ. അപ്പോൾ കൃത്യമായിട്ട് അവസാനം വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കാണുക. ഗിഗർ നട്ടൽ ലോ ഒക്കെയാണ് ലാസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത്. മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞിരുന്നു HSST ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി റിലേറ്റഡ് ആയിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഗ്രൂപ്പും അതേപോലെ തന്നെ HSAയുടെ ഒരു ടെസ്റ്റ് സീരീസ്, ഓക്കെ, കൃത്യമായി മനസ്സിലായിക്കോ. ടെസ്റ്റ് സീരീസ് HSAയുടെ കംപ്ലീറ്റ് മലയാളത്തിൽ ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതെവിടെയാണ് നിങ്ങൾക്ക് കിട്ടുക? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളൊക്കെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ടെസ്റ്റ് സീരീസും അതേപോലെ തന്നെ HSSTയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ പ്രകൃതിദത്ത റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മക്കളെ, നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഹെൻറി ബക്കറലാണ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി ആദ്യമായി ഡിസ്കവർ ചെയ്തിരിക്കുന്നത് 1869. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നൗ നെക്സ്റ്റ് വൺ. ആദ്യത്തെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, പക്ഷേ ചോദിച്ചേക്കാം. ഓക്കെ, ചില കുട്ടികൾ മേ ബി മേരി ക്യൂറി ഒക്കെ അല്ലെങ്കിൽ മാഡം ക്യൂറി ഒക്കെ ആൻസർ ചെയ്യുന്നുണ്ടാകും. പക്ഷെ ആരാണ്? യെസ്, നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്തിരിക്കുന്നത് ഹെൻറി ബക്കറലാണ്. ഓക്കെ, പക്ഷേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേഡിയം എന്ന മൂലകം കണ്ടെത്തിയത് ആരാണ്? യെസ്, ദാറ്റ് ഈസ് ആക്ച്വലി മാഡം മേരി ക്യൂറിയാണ്. ഓക്കെ, മാഡം മേരി ക്യൂറിയും അതേപോലെ പിയറി ക്യൂറിയും കൂടിയാണ് യെസ് നമ്മുടെ റേഡിയം എന്ന് പറയുന്ന എലമെന്റ് കണ്ടെത്തിയത്. റേഡിയം. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ന്യൂക്ലിയർ റിയാക്ഷനുകൾ നടക്കുന്നത് എവിടെയാണ്? സോ നെയിമിൽ തന്നെ ഉണ്ടല്ലേ, എന്തായിരിക്കും? യെസ്, ന്യൂക്ലിയസിലാണ് എന്ത് നടക്കുന്നത്? യെസ്, നമ്മുടെ ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുന്നത്. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 4, റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. നോക്കൂ, ക്യൂറി, ബക്കറൽ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി DPS എന്താണ്? യെസ്, നോക്കി വെച്ചോളൂ. ഡിസ്ഇൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ്. ഡിസ്ഇൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ് എന്നാണ് കേട്ടോ. യെസ്, ഇതും എന്താണ്? നമ്മുടെ റേഡിയോ ആക്ടിവിറ്റിയുടെ ഒരു യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ യെസ്, ഓൾ ഓഫ് ദി എബവ് ആയിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഇതൊക്കെ ചോദിക്കാം. ആലോചിച്ച് വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5, റേഡിയോ ആക്ടിവിറ്റി ഒരു ഡാഷ്. ഓക്കെ, എന്താണ്? റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് എന്തായിരിക്കും? ഇറിവേഴ്സിബിൾ ആയിരിക്കും. അതായത് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് യെസ് എന്ത് ചെയ്യും? അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് യെസ് സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയി മാറുന്നു. അപ്പോൾ എന്ത് ചെയ്യും? യെസ്, കുറച്ച് ഗാമ കിരണങ്ങൾ, ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്ന പാർട്ടിക്കിൾസും കൂടെ എന്ത് ചെയ്യുന്നു? യെസ്, ഇവര് എമിറ്റ് ചെയ്യുന്നു. ആൻഡ് ഒരു കാര്യം കൂടെയുണ്ട്, ഇറ്റ് ഈസ് ആക്ച്വലി എ സ്പോണ്ടേനിയസ് പ്രോസസ്. എന്താണ്? യെസ്, റേഡിയോ ആക്ടിവിറ്റി ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്, നോൺ സ്പോണ്ടേനിയസ് അല്ല. സ്വാഭാവികമായി നടക്കുന്ന പ്രോസസ്സാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. ഓക്കെ, സ്പോണ്ടേനിയസ് ഇറിവേഴ്സിബിൾ പ്രോസസ്. കൃത്യമായി മനസ്സിലാക്കിക്കോ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 6, ഒരു അസ്ഥിര റേഡിയോ ആക്റ്റീവ്, അതായത് അൺസ്റ്റേബിൾ റേഡിയോ ആക്റ്റീവ് ആറ്റം ഓക്കെ വിഘടിക്കുമ്പോൾ അത് സാധാരണയായി മാറുന്നത്. ഇനി അടുത്ത ചോദ്യം, എന്തിനാണ് ഈ ആക്ച്വലി റേഡിയോ ആക്ടിവിറ്റി സംഭവിക്കുന്നത്? അപ്പം നമ്മൾ പറയൂ അല്ലേ, റേഡിയോ ആക്ടിവിറ്റി എന്തിനാണ് ആക്ച്വലി റേഡിയോ ആക്ടിവിറ്റി നടക്കുന്നത് ഒരു എലമെൻറ്റിന്? ശ്രദ്ധിക്കണേ, ലെറ്റ്സ് സേ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് യെസ് വൈ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു വിത്ത് എമിഷൻ ഓഫ് വോട്ട് ആൽഫ, ബീറ്റ, ഗാമ പാർട്ടിക്കിൾസ്. ഏതെങ്കിലും ആയിക്കോട്ടെ, അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. എന്തിനാണ് ഇവർ ഇങ്ങനെ വിഘടിക്കുന്നത്? ശ്രദ്ധിക്കണം, ഇവിടെ റേഡിയോ ആക്ടിവിറ്റി നടക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഇവിടെ എന്തുണ്ടാവും? ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും നമ്പറിൽ എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ഇവരെന്തായിരിക്കും? യെസ്, അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അത് കാരണം സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? യെസ്, റേഡിയോ ആക്ടിവിറ്റി ഷോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന വൈ എന്തായിരിക്കണം? യെസ്,
മോസ്റ്റ് പ്രോബബ്ലി ഇവരെന്തായിരിക്കും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആയിരിക്കും. അതായത് ഇതിൻ്റെ ആൻസർ എന്ത് വരും? യെസ്, കൂടുതൽ സ്ഥിരതയുള്ള ഒരു ആറ്റമായി മാറാനാണ് റേഡിയോ ആക്ടിവിറ്റി ഷോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ നമ്മൾ പ്ലോട്ട് ചെയ്തായിരുന്നു N/P റേഷ്യോ പറഞ്ഞുകൊണ്ട്, ഓർമ്മയുണ്ടാകും അല്ലേ? യെസ്, സ്റ്റേബിൾ N/P റേഷ്യോ, ഇതാണ് നമ്മുടെ സ്റ്റെബിലിറ്റി സോൺ അല്ലേ? സ്റ്റെബിലിറ്റി സോൺ, അതായത് 1 to 1.52. ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ന്യൂക്ലിയസ് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഇതിന് പുറത്തേക്കാവുമ്പോൾ എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. വെൻ an atom have extra neutrons or protons it becomes what? അൺസ്റ്റേബിൾ. അങ്ങനെ സ്റ്റെബിലിറ്റി നേടാൻ വേണ്ടിയിട്ടാണ് റേഡിയോ ആക്ടിവിറ്റി ഇവർ ഷോ ചെയ്യുന്നത്. N/P റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് സ്റ്റെബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും ന്യൂക്ലിയസിൻ്റെ. അപ്പോൾ സ്റ്റേബിൾ, ഈ സ്റ്റെബിലിറ്റി സോൺ 1 to 1.52 ആലോചിച്ച് വെക്കുക. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 7. ഒരു ന്യൂക്ലിയസിന്റെ സ്ഥിരത നിർണ്ണയിക്കുന്ന ഘടകം ഏത്? ഇപ്പൊ പറഞ്ഞു അല്ലേ, ന്യൂട്രോൺ പ്രോട്ടോൺ അനുപാതം, N/P റേഷ്യോ ആണ് മക്കളെ. ഇത് നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും 1 to 1.52 ആണെങ്കിൽ യെസ്, ദാറ്റ് ഈസ് ആക്ച്വലി എ സ്റ്റേബിൾ ന്യൂക്ലിയസ്. ഓൾറൈറ്റ്, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. റേഡിയോ ആക്റ്റീവ് ഡികെയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കണിക ഏതല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി ഡികെയിൽ നമ്മൾ എന്തൊക്കെ ഫോം ചെയ്യാം? ആൽഫ, ബീറ്റ, ഗാമ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാൻ പറ്റും? ഫോം ചെയ്യാൻ പറ്റും. യെസ്, പക്ഷേ ന്യൂട്രോൺ അല്ല. അപ്പോൾ ഏതായിരിക്കും? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. യെസ്, ഓപ്ഷൻ ഡി ന്യൂട്രോൺ. നെക്സ്റ്റ് വൺ 9. ആൽഫ കണിക എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ പാർട്ടിക്കിൾ മക്കളെ ഹീലിയം ന്യൂക്ലിയസ് ആണ്. He242+, ഹീലിയം ന്യൂക്ലിയസ്. യെസ്, ആലോചിച്ച് വെക്കണേ, ഹീലിയം ന്യൂക്ലിയസ്. ഓക്കെ, യെസ്. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 10. അയണൈസേഷൻ ശക്തിയുടെ ശരിയായ ക്രമം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ആൽഫ, ബീറ്റ, ഗാമ പാർട്ടിക്കിളുടെ യെസ് പെനിട്രേറ്റിംഗ് പവറും അതേപോലെ പെനിട്രേറ്റിംഗ് പവർ ആൻഡ് യെസ് അയോണൈസേഷൻ പവർ. അയോണൈസേഷൻ പവർ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി. നോക്കൂ, ഇവിടെ ഇതാണ് നമ്മുടെ ആൽഫ. ആൽഫ എന്ന് പറയുന്നത് യെസ്, ഇതാണ് നമ്മുടെ ആൽഫ അല്ലേ? യെസ്, ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിളിന് ഒരു പേപ്പറിനെ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അതേസമയം ബീറ്റ നോക്കിയേ, ബീറ്റക്ക് യെസ് പേപ്പറിനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അലൂമിനിയം ഫോയിലിനെ ഒന്നും പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം ഗാമയുടെ പെനിട്രേറ്റിംഗ് പവർ നോക്കിയേ, യെസ് കൂടുതലാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? യെസ്, പെനിട്രേറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കിയോ, പെനിട്രേറ്റിംഗ് പവർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഗാമയ്ക്ക് ഏറ്റവും കൂടുതലായിരിക്കും, ദെൻ ബീറ്റ, ദെൻ കംസ് വോട്ട് ആൽഫ. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് പക്ഷേ പെനിട്രേറ്റിംഗ് പവർ അല്ല, അയോണൈസിങ് പവർ ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, അയോണൈസിങ് പവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇയാൾ ഇത്രത്തോളം പെനിട്രേറ്റ് ചെയ്യുന്നില്ല അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഈ ആറ്റംസുമായിട്ട് ആര് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യും? യെസ്, നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യും. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ പേപ്പറിലുള്ള പാർട്ടിക്കിളുമായിട്ട്, ആറ്റംസുമായിട്ട് ആര് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യും? നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യും. ഗാമ എന്ത് ചെയ്യും? ഗാമ പെട്ടെന്ന് അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ ഇൻട്രാക്ഷൻ ഇവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഇൻട്രാക്ഷൻ ലെസ് ആയിരിക്കും, ബിക്കോസ് ഇറ്റ് മൂവ്സ് വെരി ഫാസ്റ്റ്. ഓക്കെ, അതായത് യെസ് അയണൈസേഷൻ പവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യെസ് ഇൻറ്ററാക്ഷൻ. അപ്പോൾ ഇൻട്രാക്ഷൻ ആർക്കാണ് കൂടുതൽ? പെനിട്രേറ്റ് ചെയ്യാത്ത ആൾ. പെനിട്രേറ്റ് ചെയ്യാത്തത് ആരാണ്? ആൽഫ. വിച്ച് മീൻസ് അയണൈസിങ് പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, അയണൈസിങ് പവർ എന്ന് പറയുന്നത് ആർക്കായിരിക്കും കൂടുതൽ? യെസ്, നമ്മുടെ ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ, ദെൻ വോട്ട് ഗാമ. അപ്പോൾ ആ ഓപ്ഷൻ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. ഓപ്ഷൻ സി ആയിരിക്കും, വിച്ച് ഈസ് ഓപ്ഷൻ സി. ഓക്കെ, 11th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കാം. ഏത് റേഡിയോ ആക്റ്റീവ് ഡികെയിലാണ് അറ്റോമിക് നമ്പർ 1 കൂടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൽഫയിൽ എന്ത് നടക്കുന്നു, ബീറ്റ, ഗാമ, പോസിട്രോൺ ഇവിടെയൊക്കെ എന്ത് നടക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾ തന്നെ പറയൂ ഏതായിരിക്കും ഓപ്ഷൻ. ഇപ്പോൾ ലെറ്റ്സ് സേ എക്സ് എന്ന് പറയുന്ന ഒരാൾ, ഇതിൻ്റെ അറ്റോമിക് നമ്പർ Z, അതേപോലെ മാസ് നമ്പർ എന്താണ്? എ ആണെന്ന് വിചാരിക്കുക. ആൽഫ ഡികെ ആണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് സംതിങ് Y വിൽ ഫോം, ആൻഡ് ഇവിടെ നടക്കുന്നത് Z-2 A-4 എന്നുള്ള രീതിയിലായിരിക്കും. അതായത് നമ്മുടെ അറ്റോമിക് നമ്പർ 2 കുറയുന്നു, മാസ് നമ്പർ എന്ത് ചെയ്യുന്നു? 4 കുറയുന്നു. പ്ലസ് നമുക്ക് എന്ത് ചെയ്യും? യെസ്, നമുക്കൊരു ഹീലിയം ന്യൂക്ലിയസ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസേർവ് ചെയ്താൽ മതി.
ഇവിടെ നോക്കിയ അറ്റോമിക് നമ്പർ Z-2 + 2 Z ആയി. അതേപോലെ മാസ് നമ്പറും എന്ത് ചെയ്തു, കൺസേർവ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി ബീറ്റ എമിഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നോക്കിയേ നിങ്ങൾ, അതായത് ഇതേപോലെ എടുക്കുക, എക്സ് സെഡ് എ. ഓക്കെ, യെസ്, ഇവിടെ നിന്ന് Y ഉണ്ടാകുന്നു. ഇവിടെ ഉണ്ടാകുന്നത്, ഇവിടെ ഇജക്റ്റ് ചെയ്യപ്പെടുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും. E-1 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും Z+1 A എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ബീറ്റ മൈനസ് എമിഷൻ. ഇത് കൂടാതെ ഇവിടെ ഒരു പാർട്ടിക്കിൾ കൂടെ എലിമിനേറ്റ് ചെയ്യപ്പെടും, വിച്ച് ഇസ് ആൻറ്റി ന്യൂട്രിനോ. നമ്മൾ എന്ത് പറയും, ആൻറ്റി ന്യൂട്രിനോ. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ മനസ്സിലാക്കണം. ഇതും ചോദിക്കും, ആൻറ്റി ന്യൂട്രിനോ. ബീറ്റ മൈനസ് എമിഷനിൽ എന്തായിരിക്കും, ആൻറ്റി ന്യൂട്രിനോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഏതായിരിക്കും ഇതിൻ്റെ ഓപ്ഷൻ. ഇതാ, അറ്റോമിക് നമ്പർ 1 കൂടുന്നു, ഏതായിരിക്കും, ബീറ്റ എമിഷൻ. ഇനി അതവിടെ നിൽക്കട്ടെ, ആൻസർ നമുക്ക് കിട്ടി. എന്നാലും ഗാമ എമിഷനിൽ ഒന്നും നടക്കത്തില്ലടാ. ഓക്കെ, ഇൻ ഗാമ എമിഷൻ നോ ചേഞ്ച് ഇൻ വോട്ട്, നോ ചേഞ്ച് ഇൻ Z ഓർ A. അറ്റോമിക് നമ്പറിലോ അതേപോലെ മാസ് നമ്പറിലോ ഒരു ചേഞ്ചും നടക്കുന്നില്ല. ഏത് എമിഷൻ, ഗാമ എമിഷൻ. ഇനി പോസിട്രോൺ എമിഷൻ, ബീറ്റ പ്ലസ് എമിഷൻ എന്തായിരിക്കും, ശ്രദ്ധിക്കണേ. ബീറ്റ പ്ലസ് എമിഷനിൽ എന്തായിരിക്കും നടക്കുന്നത്, ഇതേപോലെ ഞാൻ എഴുതുകയാണ്, XZA. ഓക്കെ, Y ഉണ്ടാകുന്നു മക്കളെ. ഇവിടെ എന്തായിരിക്കും, പോസിട്രോൺ ആണ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. E+1 0 ഇവിടെ എന്തായിരിക്കും, ഇവിടെ ആൻറ്റി ന്യൂട്രിനോ ആയിരുന്നു. ഇവിടെ എന്തായിരിക്കും, പോസിട്രോണിൽ ആരാണ്, യെസ്, ന്യൂട്രിനോ ആയിരിക്കും എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഐ റൈറ്റ് ഇറ്റ് വിത്ത് ന്യൂട്രിനോ. ഓക്കെ, യെസ്, ഒരു പാർട്ടിക്കിൾ കൂടെ ഉണ്ട്, ഇതിനെന്തായിരിക്കും, ന്യൂട്രിനോ. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്തായിരിക്കും, Z-1 A ആയിരിക്കും. അതായത് പോസിട്രോൺ എമിഷനിൽ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യുന്നു, 1 ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം ബീറ്റ എമിഷനിൽ എന്തായിരിക്കും, യെസ്, അറ്റോമിക് നമ്പർ 1 കൂടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെയോടൊപ്പം തന്നെ യെസ്, ആൻറ്റി ന്യൂട്രിനോ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ഇജക്ഷൻ കൂടെ സംഭവിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. റേഡിയോ ആക്ടിവിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങളോട് ചോദിക്കാം. ഓൾറൈറ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 12. ബീറ്റ മൈനസ് എമിഷൻ നടക്കുമ്പോൾ എന്ത് പുറന്തള്ളപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. യെസ്, ഒരു പ്രാവശ്യം കൂടെ പറയാം. XZA എന്ന് പറയുന്ന ഒരാൾ എന്തിലേക്ക് മാറുന്നു, Y. അപ്പോൾ എന്ത് ചെയ്യുന്നു, യെസ്, E-1 0 പ്ലസ് ആൻറ്റി ന്യൂട്രിനോ അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, Z+1 A എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇത് ആരാണ് മക്കളെ, പറഞ്ഞു, യെസ്, ആൻറ്റി ന്യൂട്രിനോ ആണ്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ബീറ്റ പ്ലസ് DK അല്ലേ. പോസിട്രോൺ എമിഷൻ നടക്കുമ്പോൾ എന്ത് പ്രോസസ്സാണ് ആക്ച്വലി നടക്കുന്നത്. അതായത് പ്രോട്ടോൺ ന്യൂട്രോൺ ആകുമോ അല്ലെങ്കിൽ ന്യൂട്രോൺ പ്രോട്ടോൺ ആകുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, ബീറ്റ പ്ലസ് എമിഷൻ എന്ന് പറയുമ്പോൾ നോക്കിക്കോ, എന്തൊക്കെയായിരിക്കും എമിറ്റ് ചെയ്യപ്പെടുക. ഇതാ, നമുക്ക് ഒരു ന്യൂട്രിനോ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതല്ല നമുക്ക് ആവശ്യം. പ്ലസ് എന്തുണ്ടാവും, യെസ്, ഇലക്ട്രോൺ +1 0 എന്നൊക്കെ നമ്മൾ എഴുതിയായിരുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വലി നടക്കുന്നത്, യെസ്, നമ്മുടെ പ്രോട്ടോൺ 1 1 എന്നുള്ളത് ന്യൂട്രോൺ 0 1 എന്നുള്ള രീതിയിലേക്ക്, അതായത് പ്രോട്ടോണിനെ ന്യൂട്രോൺ കൺവേർഷൻ ആയിട്ട്, അതായത് പ്രോട്ടോൺ എന്ത് ചെയ്യപ്പെടും, ന്യൂട്രോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഏത് എമിഷനിൽ, യെസ്, ബീറ്റ പ്ലസ് എമിഷൻ. അപ്പം നിങ്ങൾ കൺസർവേഷൻ ചെയ്താൽ മതി. ഇവിടെ 1 ആണല്ലേ, ഇവിടെ എന്തായിരിക്കും 0 + 1 1, ഇവിടെ എന്താണ് 1 1. അപ്പോൾ ഇവിടെ നടക്കുന്നത്, യെസ്, പോസിട്രോൺ എമിഷനിൽ നടക്കുന്നത് പ്രോട്ടോൺ ഗെറ്റ്സ് കൺവേർട്ടഡ് ടു വോട്ട്, ന്യൂട്രോൺ എന്നുള്ള രീതിയാണ്. മനസ്സിലാക്കി വെച്ചോ. ഓക്കെ, നമ്പർ 14. ന്യൂട്രോണിൽ നിന്ന് പ്രോട്ടോൺ രൂപപ്പെടുന്ന DK ഏതാണ്, നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഇവിടെ ഇപ്പോൾ എന്താ ചോദിച്ചേ, പ്രോട്ടോൺ ടു ന്യൂട്രോൺ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ നോക്കിയോ, ഇതേപോലെ ഇനി നിങ്ങൾക്ക് മനസ്സിലാവും, ന്യൂട്രോൺ ടു, ന്യൂട്രോണിൽ 0 അല്ലേ, യെസ്, ടു പ്രോട്ടോൺ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, യെസ്, ഇവിടെ ഉണ്ടാകേണ്ടത് E-1 0 ആയിരിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത് എന്ത് എമിഷനാണ്, യെസ്, ദിസ് ഇസ് ആക്ച്വലി ബീറ്റ മൈനസ് എമിഷൻ ആണ്, ബീറ്റ മൈനസ് എമിഷൻ. ഓക്കെ, ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ടാവും, ആൻറ്റി ന്യൂട്രിനോ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് മനസ്സിലായാൽ തന്നെ പ്രോട്ടോൺ ടു ന്യൂട്രോൺ പോസിട്രോൺ എമിഷൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ന്യൂട്രോൺ ടു പ്രോട്ടോൺ എന്തായിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റ് ബീറ്റ മൈനസ് എമിഷൻ ആയിരിക്കും. അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. യെസ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 15. അർദ്ധായുസും ക്ഷയസ്ഥിരാങ്കവും, അതായത് ഇതൊന്നും കേട്ട് പേടിക്കേണ്ട, എന്താണ്, DK കോൺസ്റ്റന്റ് എന്നാണ് കേട്ടോ, DK കോൺസ്റ്റന്റ് ലാംഡ. ഓക്കെ, അർദ്ധായുസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, T½ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, T½ = 0.693 ലാംഡ.
നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, എന്തായിരുന്നു ടി ഹാഫ് എന്ന് പറയുന്നത്? യെസ്, 0.693/K റേറ്റ് കോൺസ്റ്റന്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ യെസ്, ഇവിടെ നിന്ന് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, റേഡിയോ ആക്ടിവിറ്റി ഫോളോസ് വോട്ട്, ഫോളോസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. യെസ്, അപ്പോൾ എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, വിച്ച് ഇസ് ഓപ്ഷൻ സി. ലാംഡ ഇസ് ഈക്വൽ ടു 0.693/T half എന്നുള്ള രീതിയായിരിക്കും. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 16. പോസിട്രോൺ ഡികെയിൽ എന്ത് പുറന്തള്ളപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു, ദാറ്റ് ഈസ് ന്യൂട്രിനോ ആണെന്ന് നമുക്കറിയാം. 16. 17. ഇലക്ട്രോൺ ക്യാപ്ചർ പ്രക്രിയയിൽ എന്താണ് ഫോം ചെയ്യുന്നത്? അപ്പോൾ ഒരു കാര്യം, ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ ഉണ്ട്, ആ കാര്യം കൂടെ നിങ്ങൾ അറിയണം. അപ്പോൾ ഇലക്ട്രോണിനെ ആരായിരിക്കും ക്യാപ്ചർ ചെയ്യുന്നുണ്ടാകുക? ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഇവിടെ ആരുണ്ട്? ഈ പ്രോട്ടോൺ ഉണ്ട്, അതേപോലെ ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏത് ഇലക്ട്രോണിനെ ആയിരിക്കും ക്യാപ്ചർ ചെയ്യുന്നുണ്ടാകുക? ഏറ്റവും അടുത്തിരിക്കുന്ന യെസ്, നമ്മുടെ കെ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ ആയിരിക്കും നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ടാകുക അല്ലേ? യെസ്, ഈ ഇലക്ട്രോൺ. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും അവിടെ? പ്രോട്ടോൺ ഉണ്ടല്ലേ? അപ്പോൾ എന്തായിരിക്കും? യെസ്, നമ്മുടെ പ്രോട്ടോൺ 1 1 ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. യെസ്, E-10 എന്ത് ഫോം ചെയ്യുന്നു? എന്തായിരിക്കും ഫോം ചെയ്യുക? യെസ്, ന്യൂട്രോൺ ഫോം ചെയ്യും. കാര്യങ്ങൾ മനസ്സിലാക്കണേ. പ്രോട്ടോൺ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഏത് ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യും? കെ ഷെല്ലിലുള്ള. കാരണം എന്താണ്? അടുത്താണ് മാക്സിമം ന്യൂക്ലിയർ ഫോഴ്സ് അട്രാക്ട് ചെയ്യുന്നത് കെ ഷെല്ലിലുള്ള ഇലക്ട്രോണിനായിരിക്കും. അപ്പോൾ എന്ത് ഫോം ചെയ്യും? യെസ്, ഇലക്ട്രോൺ ഫോം ചെയ്യും. അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രോട്ടോണിൽ നിന്ന് ന്യൂട്രോണിലേക്ക് കൺവേർഷൻ ചെയ്യുന്ന വേറൊരു പ്രോസസ്സും കൂടെ ഉണ്ടായിരുന്നു അല്ലേ? എന്താണ്? യെസ്, പോസിട്രോൺ എമിഷൻ. നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ? പോസിട്രോൺ എമിഷനിലും അതേപോലെ യെസ്, ഇലക്ട്രോൺ ക്യാപ്ചർ പ്രോസസ്സിലും എന്താണ് ഫോം ചെയ്യുന്നത്? യെസ്, പ്രോട്ടോൺ എന്ത് ചെയ്യുന്നു? യെസ്, ന്യൂട്രോണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കണം, രണ്ടും ചോദിച്ചേക്കാം. അതായത് ഇങ്ങനെ ചോദിക്കാം, പ്രോട്ടോൺ ടു ന്യൂട്രോൺ കൺവേർഷൻ ഹാപ്പൻസ് ഇൻ ഏതാണ്? പോസിട്രോൺ എമിഷൻ, β-DK. അടുത്ത എന്താണ്? യെസ്, ഇലക്ട്രോൺ ക്യാപ്ചർ. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? എ ആൻഡ് സി എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ഉണ്ടാവും. അപ്പോൾ രണ്ട് പ്രോസസ്സിലൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രോട്ടോണിനെ ന്യൂട്രോണിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഏതൊക്കെ? ഇലക്ട്രോൺ ക്യാപ്ചർ മെത്തേഡും അതേപോലെ പോസിട്രോൺ എമിഷൻ. കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, ഒരു ക്യൂറി എന്നുള്ളത് നമ്മൾ പറഞ്ഞു റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് അല്ലേ? ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ്, ക്യൂറി, ബെക്കറിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഇന്റർ കൺവേർഷൻ അറിഞ്ഞിരിക്കണം. ഒരു ക്യൂറി എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്ടിവിറ്റിയുടെ അളവാണ്. അത് DPSുമായിട്ട്, ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 1 ക്യൂറി ഈസ് ഈക്വൽ ടു 3.7 × 10⁻10 ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ് എന്നാണ്. ആലോചിച്ച് വെക്കുക. ഓപ്ഷൻ ഡി ഇന്റർ കൺവേർഷൻ ആണ്, വേറെ ഒന്നുമില്ല. ക്വസ്റ്റൻ നമ്പർ 19. താഴെ കൊടുത്തിരിക്കുന്നതിൽ 4n DK സീരീസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 DK സീരീസ് ഉണ്ട്, അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് 4n, 4n+1, 4n+2 ആൻഡ് 4n+3. തോറിയം, നെപ്റ്റൂണിയം, യുറേനിയം ആൻഡ് ആക്ടീനിയം സീരീസ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവരുടെ പേര്, അതേപോലെ ഇവരുടെ പാരന്റ് ആറ്റം എന്താണ്, അതേപോലെ DK ചെയ്തിട്ട് നമ്മുടെ ഡോട്ടർ ആറ്റം, ഡോട്ടർ ന്യൂക്ലിയൈ ഏതാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ചോദിച്ചിരിക്കുന്ന എന്താ? 4n സീരീസ് ഏതെന്നാണ്. നിങ്ങൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. തോറിയം സീരീസ് ആണ് അല്ലേ? തോറിയം 9232. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും? യെസ്, തോറിയം 232. കാര്യങ്ങൾ മനസ്സിലാക്കണം. മാസ് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. തോറിയം 230, ഇവിടെ വേണമെങ്കിൽ തോറിയം 238 എന്നൊക്കെ കൊടുത്തേക്കാം. ശരിയാണോ? അല്ല, തോറിയം 232 DK സീരീസ് ആണ്. ഓപ്ഷൻ ബി. അപ്പോൾ ഈ ഒരു ടേബിൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, യെസ്. ഇനി ഗാമ DK നടക്കുമ്പോൾ ഇലക്ട്രോൺ പിടിക്കപ്പെടുന്നത് ഏത് ഷെല്ലിൽ നിന്നാണ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇലക്ട്രോൺ ക്യാപ്ചർ മെത്തേഡാണ് മക്കളെ പറയുന്നത്. ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഏത് ഷെല്ലിൽ നിന്നായിരിക്കും? യെസ്, കെ ഷെൽ ഇലക്ട്രോൺ ക്യാപ്ചർ ആയിരിക്കും. കാരണം എന്താ? കെ ഷെല്ല് വളരെ അടുത്താണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പിടിക്കാൻ പറ്റും. യെസ്, ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും? കെ ഷെൽ. ക്വസ്റ്റൻ നമ്പർ 21. ഒരു റേഡിയോ ആക്റ്റീവ് മൂലകത്തിൻ്റെ ശരാശരി ആയുസ്, അതായത് യെസ് ടോ, മീൻ ലൈഫാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? യെസ്, അതിൻ്റെ യെസ് ക്ഷയസ്ഥിരാങ്കത്തിനോട്, അതായത് ലാംഡയോടാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, DK കോൺസ്റ്റന്റിനോടാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഓക്കെ, ഏതായിരിക്കും? യെസ്,
മറിച്ചുള്ള അനുപാതമാണ്. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ടോ മീൻ ലൈഫ് ക്ലിയർ ആണല്ലോ? യെസ്. 22 യുറേനിയം 235 ഡി കെ സീരീസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കിക്കോളെ, യുറേനിയം 235. അപ്പോൾ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഏതായിരിക്കും, യുറേനിയം സീരീസ് തന്നെയാണ് നമ്മൾ വിചാരിക്കും. പക്ഷേ അല്ല. നോക്കിയേ, യുറേനിയം 235 എന്ന് പറയുന്നത് ഏതാണ്? ആക്ടീനിയം സീരീസ് ആണ് മക്കളെ. ഏതാണ്? ആക്ടീനിയം സീരീസ്. യുറേനിയം സീരീസ് എന്ന് പറയുന്നത് യുറേനിയം 90 to 238 ആണ് എന്ന് പറയുന്നത് യുറേനിയം സീരീസ്. പക്ഷേ 235 ആണെങ്കിൽ അതിൻ്റെ പേര് നെയിം എന്താണ്? ആക്ടീനിയം സീരീസ് എന്നാണ്. മനസ്സിലാക്കി വെക്കുക. റൈറ്റ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഡി കെ ശ്രേണികൾ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം 4n ഉണ്ട്, 4n+1 ഉണ്ട്, 4n+2 ആൻഡ് 4n+3 ഉണ്ട്. ഇവിടെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഞാനിവിടെ ഒരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുണ്ട്. വിച്ച് മീൻസ് 4n+1 എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഡി കെ സീരീസ് ആണ്. ഏതാണ്? ആർട്ടിഫിഷ്യൽ ഡി കെ സീരീസ് ആണ് മക്കളെ. അപ്പോൾ ഏതായിരിക്കട്ടെ? നാച്ചുറൽ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? 3 എണ്ണമായിരിക്കും. 4n+1 സീരീസ് അല്ലെങ്കിൽ നെപ്റ്റ്യൂണിയം സീരീസ് എന്ന് പറഞ്ഞാൽ മാൻ മെയ്ഡ് ആർട്ടിഫിഷ്യൽ സീരീസ് ആണ്. ആലോചിച്ച് വെക്കുക. ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കും. ഓക്കെ, ഏതാണ് ആർട്ടിഫിഷ്യൽ സീരീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ മതി, 4n+1 കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ് 24 യുറേനിയം 238ൻ്റെ ഡി കെ ശ്രേണിയുടെ അന്തിമ സ്ഥിര ഉൽപ്പന്നം, അതായത് ഡോട്ടർ ന്യൂക്ലിയസ് ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഡോട്ടർ ന്യൂക്ലിയസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണം, പാരൻറ്റും ഡോട്ടർ ന്യൂക്ലിയയും ഇതിൻ്റെ അറ്റോമിക് മാസ് നമ്പർ ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ യുറേനിയം 238 ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ യെസ് ഇതിൻ്റെ ഏതായിരിക്കും? ലെഡ് ആണ്. ഓക്കെ, ലെഡ് 82-206. ഓക്കെ, സിംപ്ലി. ഓക്കെ, യെസ്, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25 തോറിയം 232 അല്ലേ. അപ്പോൾ ഈ സീരീസ് നമുക്ക് ഇപ്പം തന്നെ അറിയണം. യെസ്, തോറിയം ഇവിടെ ഞാൻ എഴുതിയാണ്. തോറിയം 90-232 ഡി കെ സീരീസിൽ എത്ര ആൽഫ ബീറ്റ പാർട്ടിക്കിൾ പുറത്ത് വിടുന്നുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് തോറിയം എന്തിലേക്ക് കൺവേർട്ട് ആകുന്നു? യെസ്, നമ്മുടെ ലെഡിലേക്ക് കൺവേർട്ട് ആകുന്നു. ലെഡ് എത്രയാ? 82-208. നോക്കോളെ, ലെഡ് 82-208. അപ്പോൾ ഇത് റേഡിയോ ആക്റ്റീവ് ഡി കെ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ആൽഫ പാർട്ടിക്കിളും ഉണ്ടാകും, ബീറ്റ പാർട്ടിക്കിളും ഉണ്ടാകും. എത്ര ആൽഫ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് ആൽഫ. ആൽഫ എന്ന് പറയുമ്പോൾ He24 ആണ് അല്ലേ. യെസ്. അതേപോലെ വൈ ബീറ്റ. ബീറ്റ എന്ന് പറയുമ്പോൾ ബീറ്റ -1 0. എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. യെസ്. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കോളെ, മാസ് നമ്പർ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അതായത് 232 is equal to 208 പ്ലസ് എക്സ് ആൽഫ. മാസ് നമ്പർ എത്രയാ? 4. എക്സ് ഇൻറ്റു 4. ബീറ്റയെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മാസ് നമ്പർ എത്രയാ? 0 ആണ്, കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ എഴുതിക്കോളൂ, 4x is equal to യെസ് 232 മൈനസ് 208 എന്ത് വരും? 24. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? യെസ് 6. അതായത് എത്ര ആൽഫ പാർട്ടിക്കിൾ? 6 ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യും. ഇനി ബീറ്റ പാർട്ടിക്കിൾ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. യെസ്, അതേപോലെ ബീറ്റ പാർട്ടിക്കിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അറ്റോമിക് നമ്പർ ഇക്വേറ്റ് ചെയ്യുക. അതായത് 90 is equal to പറഞ്ഞു 82. ലെഡിൻ്റെത് 82 ആണ് അല്ലേ. 82. എക്സിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ അറിയാം എത്രയാണ്? 6. 6 ഇൻറ്റു 2 എത്രയായിരിക്കും? 12. മൈനസ് എന്തായിരിക്കും? y ഇൻറ്റു -1 എന്തായിരിക്കും? യെസ് പ്ലസ് -1 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ y is equal to എന്തായിരിക്കും? 94 മൈനസ് 90. y എന്ത് വരും? യെസ് 4. അതായത് ബീറ്റ പാർട്ടിക്കിൾ എത്രയായിരിക്കും? യെസ് 4 എന്നുള്ള രീതിയിൽ. യെസ്, അതായത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെഡും അറ്റോമിക് നമ്പർ മാസ് കൺസർവേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സിംപ്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര ആൽഫ പാർട്ടിക്കിൾ, എത്ര ബീറ്റ പാർട്ടിക്കിൾ. ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഇവിടെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ സീരീസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ സീരീസ് അറിയത്തില്ലെങ്കിൽ ഈ ചോദ്യം തൊടാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഓപ്ഷൻ എന്ത് വരും? യെസ് 6 and 4. 6 and 4. 4 and 6 ഒന്നും മാറ്റി എഴുതരുത്. യെസ്, ആൽഫയും ബീറ്റയും ചോദിച്ചാൽ 6 and 4. ഓക്കെ, യെസ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 26 ജീവിതമുള്ള അല്ലെങ്കിൽ ജീവനുള്ള ജീവികളിൽ
എന്തായിരിക്കും? യെസ്, C14ൻ്റെ അളവ് എന്തായിരിക്കും? അപ്പോൾ മനസ്സിലാക്കുക, സ്ഥിരതയോടെ നിലനിൽക്കും. അതായത് കാർബൺ 14 നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേസമയം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനെന്ത് ചെയ്യാൻ തുടങ്ങും? ഡീകേ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, C14 ഡീകേ വെച്ചിട്ട്, യെസ് കാർബൺ 14ൻ്റെ ഡീകേ വെച്ചിട്ട് യെസ് നമ്മൾ എന്ത് ചെയ്യും? ലൈഫ്, ദിനോസറിൻ്റെ ഒക്കെ ലൈഫ് സ്പാന് അല്ലേ, ലൈഫ് പീരീഡ് എപ്പോഴാണ് മരിച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ C14 റേഡിയോ ആക്റ്റീവ് ഡീകേ വെച്ചിട്ടാണ്. അപ്പോൾ ജീവനുള്ളപ്പോൾ എന്തായിരിക്കും? യെസ്, അത് സ്ഥിരമായിട്ട് നിൽക്കും. അതിനുശേഷം എന്ത് ചെയ്യും? യെസ്, ഡീകേ ചെയ്ത് തുടങ്ങും. ക്വസ്റ്റ്യൻ നമ്പർ 27. കുറഞ്ഞ ഭാരമുള്ള 2 അണുകേന്ദ്രങ്ങൾ. ബേസിക്കലി ഇവർ പറയുന്നത്, അതായത് 2 ചെറിയ ആളുകൾ ചേർന്നിട്ട് വലിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്നു അല്ലേ? യെസ്, വലിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. ഇതിൻ്റെ പേരാണെന്ത്? യെസ്, നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ത്? ന്യൂക്ലിയർ ഫിഷൻ. ഒരു അണുകേന്ദ്രം ചെറിയ അണുകേന്ദ്രങ്ങളായി വിഭജിക്കപ്പെടുന്നത്, അതായത് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. വലിയ ഒരാൾ എന്ത് ചെയ്യുന്നു? ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. യെസ്, ന്യൂക്ലിയസ് ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് വിഭജിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ്, ദാറ്റ് ഈസ് ഫിഷൻ, ന്യൂക്ലിയർ ഫിഷൻ. ഓപ്ഷൻ ബി. 29. സൂര്യനിൽ നടക്കുന്ന എന്താണ്? സൂര്യനിൽ ന്യൂക്ലിയർ ഫിഷൻ ആണോ ഫ്യൂഷൻ ആണോ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ. നമുക്കൊക്കെ അറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 30. യെസ്, ഗിഗർ നട്ടൽ നിയമം എന്തിനെ സംബന്ധിച്ചതാണ് എന്നാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദ ലോ ഗിവ്സ് ഡിസ്ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റും അതേപോലെ തന്നെ ആൽഫ പാർട്ടിക്കിളിൻ്റെ റേഞ്ച്. യെസ്, ഈ ആർ എന്ന് പറയുന്നത് എന്താണ്? യെസ്, ആൽഫ പാർട്ടിക്കിളിൻ്റെ റേഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. ബേസിക്കലി ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോൾ ഇതിൻ്റെ എനർജി എന്ത് ചെയ്യും? ലൂസ് ചെയ്യും. അങ്ങനെ എത്ര ദൂരം സഞ്ചരിച്ചപ്പോഴാണ് എനർജി ലൂസ് ചെയ്തത്? മിനിമം ആയിരിക്കുന്നത് ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, റേഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗിഗർ നട്ടൽ ലോ എങ്ങനെയായിരുന്നു? നമ്മുടെ ഒരു റിലേഷൻ ഉണ്ട്, ആ റിലേഷനും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ലോഗ് ലാംഡ ഇസ് ഈക്വൽ ടു A+B ലോഗ് R. ഓക്കെ, അതായത് y ഇസ് ഈക്വൽ ടു mx+c എന്നുള്ള രീതിയിലാണ്, ലീനിയർ റിലേഷനാണ്. ആ കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗിഗർ നട്ടൽ നിയമം എന്തിനെ സംബന്ധിച്ചതാണ്? യെസ്, ആൽഫ കണികകളുടെ റേഞ്ച്, പരിധിയെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോ ആണ്. അപ്പോൾ 30 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.